താമസിക്കാൻ വേണ്ടി വീട് വാങ്ങാൻ ഏൽപ്പിച്ചാൽ ഒരു വീട് വാങ്ങിത്തരണം. എന്തിന്? വിൽക്കാനല്ല. വിൽക്കാനാണെങ്കിൽ എന്തെങ്കിലും ഒരു കെട്ടിടം കാണിച്ചു കൊടുത്താൽ മതി. ആ പൈസ കണക്കായി വിൽക്കും. തോർന്നൊലിക്കുന്നത്, പൊട്ടിയത്, അതൊന്നും പ്രശ്നമല്ലല്ല. നമ്മൾ അനുഭവം എടുക്കാനല്ലല്ലോ ഇത്. പിന്നെ അതിന്റെ സ്റ്റൈൽ നോക്കുന്നു. ആ പൈസ കണക്കായി നിയമം വാങ്ങും, അതിന് കണക്കായി വിൽക്കും. ഇപ്പൊ വാഹനം വാങ്ങാൻ പറഞ്ഞ് 150 റുപ്യക്ക് വരെ വാഹനം ഇല്ലേ? നല്ല അംബാസഡർ 150 റുപ്യ വാങ്ങി 155 വിൽക്കും. 15 ലക്ഷത്തിനും ഇല്ലേ? അതുപോലെ ഇത് ആസ്വദിക്കാനാണോ അല്ല വിൽക്കാനാണോ? ചേഞ്ചിങ്ങിനാണെങ്കിൽ നമ്മൾ എന്തിനേലും വിലക്കെടുക്കും. ഇത് അത്രക്ക് മാത്രം ഉണ്ടോ നോക്കിയാൽ മതി. മാത്രം ഇനെത്ര? ഇനി 30,000 15,000 അല്ലെങ്കിൽ 20,000 വാങ്ങി കാവുപ്പിൽ ലാഭം കിട്ടുമെങ്കിൽ വാങ്ങിക്കൊടുക്കാലോ. സ്വന്തം അനുഭവിക്കേണ്ടതാണെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റ് എല്ലാം നോക്കണ്ടേ? ആള് ചെയ്യുന്നുണ്ടോ, എല്ലാം അതുണ്ടോ ഇതുണ്ടോ എന്നെല്ലാം നോക്കണ്ടേ? നേരത്തെ പറഞ്ഞത് കിഞ്ഞത്താണ്. നേരത്തെ ഒരു കിഞ്ഞത്ത് പറഞ്ഞത് കൊണ്ടാണ് ഈ സിറായി അബുദ്ദീൻ ലിൽ ഖിനിയത്തി എന്ന് പറഞ്ഞുകൊണ്ട്. വജബ ബയാനുൽ മഹല്ല, വജബ ബയാനുൽ മഹല്ല, മഹല്ലത്ത് ബയാൻ ചെയ്യണം. പടിഞ്ഞാറെന്ത്, തെക്കെന്ത്, കിഴക്കെന്ത്, ബേക്കിലെന്ത്? മഹല്ലത്ത്. മഹല്ലത്ത് വഹിയൽ ഹാറത്തു അൽഹാറത്തു വൽ മഹല്ലത്തു തത്തസിൽ മനാസിലുഹാ. ഒരേ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ പ്രദേശത്തിനാണ് എന്ത് പറയല്? മഹല്ലത്ത് എടുത്തിട്ട് ഹാറത്ത് എന്ന് പരിഭാഷ കൊടുക്കുന്നത്. അങ്ങനെയല്ലല്ലോ. അൽ ഹാറത്തു അൽ മഹല്ലത്തു, അൽ ഹാറത്തു അൽ മഹല്ലത്തു തത്തസിൽ മനാസിലുഹാ. അൽ ഹാറത്തു അൽ മഹല്ലത്തു തത്തസിൽ മനാസിലുഹാ. المسبار قاموس. ومن لازم بيانها മഹല്ലത്ത് ബയാൻ ചെയ്യുന്നതിന്റെ ലാസിമിൽപ്പെട്ടതാണ് ബയാനുൽ ബലദി. അംശം, ദേശം, പോസ്റ്റ് എല്ലാം വരുമ്പോട്ടെ. ഈ വീട് എങ്ങനെയാ നിലകൊള്ളുന്നതിന്റെ സിറ്റുവേഷനാണ് ബയാൻ ചെയ്യുന്നത്. വമിൻ ലാസിമി ബയാനിഹ, മഹല്ലത്തിന്റെ ബയാനിന്റെ ലാസിമിൽപ്പെട്ടതാണ് ബയാനുൽ ബലദി. എന്താ ബയാനുൽ ബലദ്, ബയാനുൽ ഖുറ അറിയാം. അപ്പൊ അംശം, ദേശം, പോസ്റ്റ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നില്ലേ? അതില്ലാണ്ട് ഈ മഹല്ലത്ത് ബയാൻ ചെയ്യാൻ കഴിയോ? അംശമെന്ത്, ദേശമെന്ത്? ഫലിദ, അതുകൊണ്ടാണ് ലം യുസരിഹ് ബിഹി ബയാനുൽ ബലദി വ ബയാനുൽ ഖറിയത്തി എന്നൊന്നും ആരും പറയാതിരുന്നത്. അത് വരുമല്ലോ ബയാനുൽ മഹല്ലത്തിൽ. സിക്ക, ട്വീറ്റ്, MG റോഡ്, മറ്റേ റോഡ്, അങ്ങനെ പേര് കാണുന്നില്ലേ? ട്വീറ്റ് സിക്ക. എന്താണ് സിക്ക? വഹിയ അസുഖാഖ്, റോഡ് المستملة عليه وعلى مثله الهارة. المستملة ചുറ്റിയിരിക്കുന്നു അലൈഹി, ആ സിക്കത്തിന്റെ മേലെയും, അലാ മിസ്ലിഹി, സിക്കത്ത് പോലത്തെ പലതിന്റെ മേലെയും ചുറ്റിയിരിക്കുന്നു അൽഹാറത്തു. അർത്ഥം വെക്കുമ്പോൾ തെറ്റല്ല. സിക്കത്താണ് ബയാൻ ചെയ്യേണ്ടത്. സിക്കത്ത് എന്ന് പറഞ്ഞാൽ ഹാറത്തിന്റെ ഒരു അംശം മാത്രമാണ്. ബികസ്രി അഫ്ലിഹി വഹിയ സുഖാഖു. തുഖാഖ് അല്ലേ? തുഖാഖ് തുഖാഖ് വന്നത് റോഡ്, ഖദീജ ബീവിന്റെ വീട് പറയുന്നിടത്ത് തുഖാഖ്.
المشتملة عليه ما لا مثله الهارة المشتملة عليه ما لا مثله الهارة ഹാരത്ത് എന്തായിരിക്കുന്നു? ഹാരത്തിന്റെ അകത്തുള്ള ചില്ലറ എന്തിനാണ് ഇതെല്ലാം പറയേണ്ട ആവശ്യം? റോഡ് മാറുന്നതിനനുസരിച്ച് ജീവിതം മാറും. അരിയും ചാക്കും എടുത്തിട്ട് ചുമന്ന് നടക്കേണ്ടി വരും. അതുപോലെ വണ്ടി ഉള്ളിലോളം കയറ്റാൻ കഴിയുമോ? അതെല്ലാം വലിയ പ്രശ്നം തന്നെയാണ്. വണ്ടി ഏതെങ്കിലും റോട്ടിൽ വെച്ചിട്ട് ഈ വരയിലേക്ക് നോക്ക്, അങ്ങനെ ഉണ്ടല്ലോ വര. ഉള്ളിലോളം വണ്ടി കൊണ്ടേന്ന് ചിലയിടത്തെല്ലാം പോയാൽ ഒരു നട കിടക്കാനുണ്ടാവും, വണ്ടി അങ്ങ് വെച്ചോട്ടും പോകും. ഈ അരിയും ചാക്ക് അതുപോലെ ടിന്ന് എല്ലാം എടുത്തിട്ട് നമ്മൾ നടന്നോണ്ട. അതെല്ലാം ചിലപ്പോൾ വേണ്ടാതെ വരും. റോഡ് നിർണയിക്കൽ തന്നെ മതിയാക്കും. എന്തിനാ തൊട്ട് പറഞ്ഞാൽ അന്നേരം എന്ത് വേണ്ട? ഇനി ഹാരത്ത് പറയണ, മെലന്റെ കതിർ പറയണ, കതിർ സമൻ അവ ഒപ്പിച്ചു കൊടുത്താ പോലെ എത്ര പൈസ കടക്കുന്നതെന്ന് പറയണ. അതൊന്നും ഉണ്ടേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഹിസത്തോ നഫാസത്തോ അതൊന്നും നോക്കുന്നില്ല. അവന്റെ കറല് ഇതിൽപ്പെട്ട ഒരു നോയിനോട് ബന്ധിക്കുന്നുണ്ടാവും. ഇതില്ല, പൈസ എത്ര എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പൊ പൈസ പറഞ്ഞാലേ ഇത് ഏറ്റെടുക്കാവൂ എന്നുണ്ടോ? വക്കീൽ പരിഗണിക്കണം വക്കീലിന്റെ അവസ്ഥ. ഓനോട് യോജിക്കുന്നതും ഓനെ ഹലാക്കായി പോകാൻ പാടില്ല. നിങ്ങൾ പാലസ് വാങ്ങിക്കൊടുത്തിട്ട് കൊട്ടാരം വാങ്ങിക്കൊടുത്ത് നമുക്ക് ഇവിടെ പറയുന്നത് 3 കോടി. ആരുടെ അവസ്ഥ പരിഗണിക്കണം? അല്ലാമ സുബ്കി റഹ്മഹുല്ലാഹ് ബഹ്സാക്കി അന്നഹു ലൗ ഖാല ഇസ്തരി കദാ ബിമാ ശീത വലോ ബിഅക്സറ മിൻ സമനിൽ മിസ്ലി. പണത്തിന്റെ അട്ടി അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞ് ഇസ്തരി കദാ ബിമാ ശീത. പൈസ കൂടുന്നുണ്ടെങ്കിൽ കൂടട്ട്, കുറയുന്നുണ്ടെങ്കിൽ കുറയട്ടെ. വലോ ബിഅക്സറ മിൻ സമനിൽ മിസ്ലി. ആ അത്ര ഇന്റർനാഷണൽ അനുവാദം കൊടുത്തു, കറൻസി കൊടുത്തിട്ട് ഇസ്തരി കദാ എന്തായാലും നമ്മൾ ഒരു മാന്യത കാട്ടണം. അത്രയ്ക്ക് വാങ്ങിക്കൊടുക്കാവും. പിന്നെ നിയമം വന്നു കഴിഞ്ഞാൽ 2 മാസം അങ്ങനെ വാങ്ങിക്കൊടുത്തൂടാ. അതിറായി പറയുന്നു, لا يقصد به البيع بالغمن الفاحش ولا الشراء به. ബോണ്ട് പേപ്പർ എഴുതി വക്കാലത്തിൽ ഖലീൽ സമൻ കസീർ, അതൊന്നും പ്രശ്നമല്ല. എന്നാൽ لا يقصد به البيع بالغمن الفاحش, മാരകമായ നഷ്ടത്തിന് വിൽക്കൽ ജായിസല്ല. എന്തെങ്കിലും ചില്ലറ പൈസക്ക് അവന്റെ മുതൽ വിറ്റടക്കാൻ പാടില്ല. നമ്മൾ നമ്മളുടെ സ്റ്റാൻഡേർഡിൽ നിൽക്കണം. ഗമനുൽ ഫാഹിഷ് കൊണ്ട് വാങ്ങാനും നമ്മൾക്ക് അധികാരമില്ല. അധികാരമില്ല എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? എന്തേ സുബ്കി ഇമാമിനെ തൊട്ട് വരുന്നുണ്ട് 317 നമ്മൾക്ക്. സുബ്കി ഇമാം എന്താ പറയുന്നത്?
ആ ആ അതെ ഏറിയ തിരക്കുകളില്ല. കരിഞ്ഞെന്താ ഞാൻ വായിക്കോന്ന് പറഞ്ഞു പോലും എന്നാല് പറ്റുന്നു സുഖിമാവല്ലേ അവര് അവൻ അത്രത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട് എന്ന മസലയിൽ ജവാസുഹു ബിൽ ഖബരിൽ ഫാഹിഷ് എന്നാണ് 317 സുഖിമാമ ചോദാക്കിയത്. അതിനവന് എല്ലാം പഠിച്ചെങ്കിലേ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. നഷ്ടത്തിന് വാങ്ങിക്കൊടുത്തുകൂടാന്ന് പറയും. പറ്റുന്ന സുഖിമാമന്റെ കോല് കിട്ടിയില്ല. മാവ് തേച്ച് പഠിച്ചെങ്കിലല്ലേ ഇത് കഴിയുള്ളൂ. അസേഹത്തിന് സുഖിയല്ലേ ഇപ്പം പറഞ്ഞത്. അവിടെ ജവാസുഹു ബിൽ ഖബരിൽ ഫാഹിഷ് എന്നല്ലേ 317. എങ്കിൽ ഇതേ മസലിയോ അതേപോലെ തന്നെയല്ലേ ഈ നിങ്ങളുടെ വായിച്ചതല്ലോ. അതുകൊണ്ട് വരില്ലേ അവിടെ പറഞ്ഞതൊക്കെ ഇവിടെ വരില്ലേ ഇല്ല. എവിടെ ഒഴികെ അസവഹാന കൊണ്ട് പറഞ്ഞാലൊഴികെ നീ വിറ്റോളി പൈസ എത്ര കൂടിയാലും സാരിയില്ല, എത്ര കുറഞ്ഞാലും സാരിയില്ല. അസവഹാന ഉപയോഗിച്ചാലോ അസവഹാനന്റെ കഥ പറയുന്നുണ്ട് ഈ കിതാബിൽ തന്നെ. അസവഹാന എന്ന് പറഞ്ഞിട്ട് അനുവാദം കൊടുത്താൽ അവിടെ സംഖ്യ ചുരുങ്ങാനേ പറ്റുള്ളൂ. ഇതില്ല. ഇത്തരം നസീയത്ത് പറ്റൂല, റെഡിക്കാറ്റാകണം. അസവഹാന കൊണ്ട് പൈസ ചുരുങ്ങാനേ കിട്ടുള്ളൂ. നസീയത്ത് മുടക്കത്തിലാകും. ലാഹുന ഇവിടെ നസീയത്ത് മുടക്കത്തിലാകോ? പൈസ അടുത്ത മാസേ കൊണ്ടും പോലും അങ്ങനെ വാങ്ങിക്കൊണ്ടാന്ന് പറ്റില്ല. വിൽക്കുന്നിടത്ത് നസീയത്ത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പൈസ വിറ്റോളി എന്നാ പറഞ്ഞത്. എന്നാ വിറ്റാ വിച്ചു കൊടുക്കാം. അവധി വെച്ചിട്ട് അടുത്ത കൊല്ലം പൈസ കിട്ടും. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടും പോലും. മതിയാവോ? ചെറിയ പൈസ വിൽക്കുന്നതിന് പൈസ വേഗം കിട്ടാനല്ലേ. അവിടെ നസീയത്ത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാഹുന ഇടിയോ ഒരു പരമാങ്ങാൻ പറഞ്ഞു. പരമാങ്ങിക്കൊടുത്ത് 2.5 ലക്ഷം പോലും പൈസ അടുത്തോളം മതി പോലും പറ്റൂല. പറ്റൂലേ? നസീയത്ത് കൊണ്ട് വാങ്ങൽ സിയാദത്തുൽ വാങ്ങുന്നിടത്ത് ഒരു ഗുണമേന്മയല്ലേ, സൗകര്യം ജാസ്തിയല്ലേ. വിൽക്കുന്നിടത്തല്ലേ അടുത്തോലം പൈസ എന്ന് പറയാൻ പാടില്ല. വാങ്ങുന്നിടത്ത് പൈസ അടുത്തോലം മതി. എന്താന്ന് തെക്കാക്കണ്ട. ഇപ്പം പറമ്പെടുത്ത് വന്നത് എന്താ ജയലശാരി മാഹുന കമാഹുനാക്ക. അവധിക്ക് വാങ്ങാനേ പാടില്ല, അവധിക്ക് വിൽക്കാനും പാടില്ല. وفيه نظر الله لوضوح الفرق بينهما في هذا بينهما വൈകിൻ്റെയും ഷിറായിൻ്റെയും ഇടയിൽ നസീയത്തിൻ്റെ കാര്യത്തിൽ. ഒരു പറമ്പ് വന്നിട്ട് ഇത് വിറ്റിട്ട് പൈസ വേണ്ടാന്ന് പറഞ്ഞാൽ ചെറിയ പൈസക്ക് വിൽക്കാന്ന് പറയും. അവിടെ റെഡി കാശാണ് മുറാദ്. അല്പം പോലും കടം കൊടുക്കരുത്. ഒരു വീട് വാങ്ങിത്താ ഞാൻ ഇരിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. എന്നാലും നോക്കുമ്പോഴേക്ക് കടായിന് പോലും പൈസ കണ്ട് അത്ര പൈസ പൂർത്തിയായിട്ടില്ല പോലും. എന്നാൽ കടം പറഞ്ഞിട്ട് ബാക്കി പിന്നെ കൂട്ടിക്കും. മാക്കാലഹുൽ അദ്റൈ ഫീമാ യുക്തബു ളാഹു. അദ്റൈ പറഞ്ഞില്ലേ മായുക്തബു ഫീ കിതാബി തൗഖീബി ഖലീൽ സമയം. അത് ശരി തന്നെയാണ്, അത് 100%. അപ്പോൾ അത് വളരെ ക്ലിയറാണ്. പിന്നെ അതൊന്നുമില്ല. വലോ ഖാല ദാലിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ കൊടുത്ത് വാങ്ങിക്കോളീ എന്ന് പറഞ്ഞ് മഹജൂറിന് വേണ്ടിയിട്ട്
എട്ടുമുട്ടും തിരിയാതെ കുഞ്ഞിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിക്കൊരു സൈക്കിൾ വേണം പോലും ഇവിടുന്ന് കിട്ടും. ടൗണിനേക്കാൾ അത്രയും അധികം പോകും. ഇസ്തരി വിമാശിത്താന്നാ പറഞ്ഞത്. എന്നാലും മതലിൽ ഇതിന് നഫ്സുഹു ആ പെർമിഷൻ തന്നെ പത്തിലാക്കും. കുഞ്ഞിന്റെ മുതൽ കണ്ടമാൻ ചെലവാക്കല. ഒരു നിലക്കും കുഞ്ഞിന്റെ മഹജൂറിന്റെ മുതൽ കാത്തു സൂക്ഷിക്കണ്ടേ. എന്നഹു യൊട്ടാത്തു ലഹു മഹജൂറിന്റെ മുതലിന് അക്തറമിൻ ഗൈരി അമ്മാ ഇദാ കസദത് തിജാറത അമ്മാ ഇദാ കസദത് തിജാറത നേരത്തെ മഹ്തറസ് ഇസ്തരി ലീ ബിഹാദാലിൽ ഖിഞ്ഞത്തി എന്ന് 308 പറഞ്ഞിട്ടില്ലേ? അവിടെ പരസ്യം കൊടുത്തിട്ടില്ലേ? അതാണ് ഇഖ്തിറാസ്. കേട്ടാ, ഇഖ്തിറാസ് അവിടെ ചോന്ന റെഡ് കളർ വരും. അന്നേരം പറഞ്ഞെന്നെ വിൽപ്പനക്ക് വേണ്ടിയിട്ടാണ് വാങ്ങാൻ പറഞ്ഞത്. എന്നാലോ കറി വെക്കാനെല്ലാം മീനിന് പറഞ്ഞത് പോലും മയ്യന്നാന്ന് പോലും. എന്നാലും സെക്കൻഡ് ഹാൻഡ് മീൻ വാങ്ങിയാലും മതി. നല്ല ഹൈ ഫ്രഷ്നെസ് ആകണമെന്നില്ല. അത് നമ്മൾ പാകം ചെയ്ത് തിന്നുന്നുണ്ട് മാത്രം. ഇത് അത്രേ പുതിയതല്ല പോലും. നന്ന മോശമല്ല. ഇത് അതിനൊക്കെ വില കൊടുക്കുന്നുള്ളൂ, അത്രയ്ക്ക് വിൽക്കുന്നുള്ളൂ. 260, മറ്റേ 240. കറി വെക്കാൻ വാങ്ങി കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ വിറ്റിട്ട് നയാ പൈസ കിട്ടില്ല നമുക്ക്. ഇപ്പൊ എന്താണ് ഫലായിസ്തർദു ബയാനു ജമീഅ മാ മറ ഫലിയക്ഫി ഇസ്തൻലി ബിഹാദാ മാ ശിഅത മിനൽ ഉറൂദ് ഔ മാ റഅയ്തൽ മസ്ലഹത ഫീ. കണ്ടോ, ഫീ രണ്ടിലേക്കും വയസ്തറത്തു മിനൽ മുവക്കിലി വയസ്തറത്തു മിനൽ മുവക്കിലി ഔ നായിബിഹി ലഫ്ളുൻ സരീഹുൻ ഔ കിനായ. ഇശാർത്ത് കൊണ്ട് ചൂണ്ടിയാന്നും പോലെ അതൊന്നും വക്കാത്താവൂല. ചിന്തിച്ച് പറയാറത്. വയുസ്തറത്തു മിനൽ മുവക്കിലി ഔ നായിബിഹി ലഫ്ളുൻ സരീഹുൻ ഔ കിനായ വമിസ്ലുഹു കിതാബ ഔ ഇശാറത്തു അഖ്റത മുഫീമ യഖ്തളി റിളാഹു ക വക്കൽതുക ഫീ കദാ വക്കൽതുക ഫീ കദാ ഫവ്വൽതുഹു ഇലൈക അനമതുക അഖംതുക മഖാമി ഫീഹി. അതെല്ലാം ഫീഹി രണ്ടിലേക്ക് മടക്ക്. അനമതുക അഖംതുക മഖാമി ഫീഹി രണ്ടിലേക്ക് മടക്കിക്കോ. അന്ത വക്കീലി ഫീഹി കസായിലിൽ ഉഖൂദ്. പിന്നെ ലോകത്തുള്ള ഏത് കിതാബിലും വക്കാലത്ത് അറിയിച്ചിരിക്കുന്നത് കിതാബ് കൊണ്ടാണ്. പണ്ടൊരു സംഭവം തന്നെ ഉണ്ടായി. പെട്ടെന്ന് ഒരു ഉസ്താദ് 2 കമ്മിറ്റിക്കാരും വരുന്നു ഓട്ടോറിക്ഷ എടുത്തിട്ട് നോക്കുമ്പോ നിക്കാഹിന് എന്താ വക്കാലത്ത് കിട്ടിയിരുന്നു. എന്നെ മകളെ കെട്ടിക്കാൻ ഞാൻ ചെയ്തൂക്കാനെ ഏൽപ്പിച്ചതായി അറിയിക്കുന്നു. അപ്പൊ ഈ ഉസ്താദിന് മഹാസംശയം. കണ്ണൂരിലുള്ള ഉസ്താദാണ്. ഓട്ടോറിക്ഷ ഇല്ലാതെ ഞാൻ വിമാനം പോലെ വരുന്നു. നാളെ നിൽക്കാറും ദുനിയാവിൽ എല്ലായിടത്തും വക്കാലത്തില് ഹിതാബേ കണ്ടിട്ടുള്ളൂ എന്നാണ്. ഈ ഗൈബത്താണല്ലോ. ഇതെങ്ങനെ വക്കാലത്താകരി? കണ്ടാ, ഞാൻ പറഞ്ഞു വരണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ പണിയാക്കി പെട്രോൾ പറ്റൂലേ? ഏത് സ്ഥിതിയിലോ അങ്ങനെ പറഞ്ഞ് തിരിച്ചു പോയതാണ്. നിങ്ങളെ ഏൽപ്പിച്ചു. അങ്ങനെ കിതാബ് കൊണ്ട് ഏൽപ്പിച്ചാലേ വക്കാലത്താവുള്ളൂ. അങ്ങനെ ഉണ്ടാ? എവിടത്തേക്കോ ലെറ്റർ എഴുതി
എൻ്റെ മകളെ കെട്ടിക്കാൻ ഞാൻ ഇന്നയാളെ ഏൽപ്പിച്ചതായി അറിയിക്കുമെന്ന് പറഞ്ഞത് ഈടടി അറിയിച്ചു. വക്കാലത്ത് ഇന്നയാൾക്ക് അത് പറ്റൂലേ? കാഫ് നടക്കില്ല, കിതാബ് കാഫത്തെ കാഫ് വായിക്കും, ചിലപ്പോ താകായിരിക്കും അല്ലേ? ഏത് സ്ഥിതിയിൽ കേട്ടില്ലേ? മാലവ് കാല അത് കറഞ്ഞന്റെ ഫായി വക്കൽത്തു കുല്ലമന്നറാത ഒരു ടെൻഡർ കൊടുത്ത് എന്റെ വീട് വിൽക്കാൻ ആര് തയ്യാറുണ്ടോ അവർക്ക് ഹിയർ പ്ലീസ് സെയിൽ ബ്രിങ് മണി. ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഇതോ ഫലായസിഹു ഫലായംഫുദു തസറഫു അഹദിൻ ഫീഹാ ബിഹാദൽ ഇദ്നി ലിഫസാദിഹി. അതെന്താ പത്രത്തിൽ ഔട്ട് പോലെ ആയില്ലേ? ഇന്ന് പത്രത്തിൽ കൊടുത്താൽ തന്നെ മംഗലം വിളിക്കലാവോ? എൻ്റെ മകളുടെ കല്യാണമാണല്ലോ, ഇത് കാണുന്നവരെല്ലാം വരണം, അതുപോലത്തതാവും. ഒരു തുടക്കം അവസാനം ഇല്ലാണ്ടായി പോയില്ലേ? ഞാൻ പക്ഷേ ഒരു ഇബാദത്ത് നടന്നു കിട്ടലേ ഉദ്ദേശമുള്ളെങ്കിലേ മതിയോ? മുറാദ് ഹാസിലാകലെ അതിൽ വേണ്ടതുള്ളൂ, അതിൽ വേറൊന്നും ഇല്ല പോലും. ഇതുപോലെ ഇയാളുടെ ഒരു സ്ഥലമുണ്ട് പോലെ അത് വഖഫാക്കി കിട്ടണം, അതിന് പബ്ലിസിറ്റി കൊടുത്തതാണ്. അപ്പൊ ആര് വന്ന് വഖഫാക്കി കൊടുത്താലാവൂലേ? ഇയാളുടെ മുറാദ് സിദ്ധിച്ചു കിട്ടലേ വേറൊന്നുമില്ല. എന്നാലും കിട്ടില്ലേ? ഞാൻ ബഹ്സസുക്കിയോ സിഹത്തദാലിക ഇത്രയും തമീമ് പറ്റും. ഇത്ര തമീമായാലും മോശമില്ല. ഫീമാ ലാ യതഅല്ലഖു ബിഐനിൽ വക്കീൽ ഫീഹ. വക്കീലിന് യാതൊരു പ്രയോജനമില്ല. വക്കീൽ ഏത് വക്കീൽ വന്നാലും ഒന്നുമില്ല. ഈ വന്ന വക്കീലിന് പ്രത്യേക ഒരു മജോറിറ്റിയും ഇല്ല, ഒന്നുമില്ല. ആരുടെ മുറാദ് വിജയിച്ചു കിട്ടൽ മാത്രം. എന്റെ ഒരു അബുദുണ്ട് ഇവിടെ, ഈ അടിമയെ എത്തുക്കാക്കാൻ ആര് തയ്യാറുണ്ടോ ഒരു വന്നിട്ടാക്കിക്കോട്ട്. അത് തസ്വീജ് അമത്തിഹാർ ഒരു ബംഗാളിന്റെ കൊണ്ട് എന്റെ ഈ അമത്തിനെ വായിക്കാൻ ആരാണ് മുതിരുന്നത് അയാൾ വന്നിട്ട് വായിച്ചോട്ടെ. പറയുന്നു ഈ അവസാനത്തെ കൽമത്തിൽ നിന്ന് പണ്ടുണ്ട് കുളമ്പുള്ളിൽ കിട്ടിട്ടുണ്ട്. നിങ്ങൾ ആരാണോ വായിക്കാൻ നിൽക്കുന്നത് അയാൾ വന്ന് വായിച്ചോട്ടെ. വാഴിക്കുക, വിവാഹം ചെയ്ത് കഴിച്ചു കൊടുക്കുക. ഇതിൽ നിന്ന് സുഖീമ പിടിച്ചെടുത്ത് ഒരു പെണ്ണ് പറയുക, പെണ്ണിന് ഉത്തരവാദിയില്ല. അതിൻതൂലിക്കുല്ലി ആക്കിരിങ്കിൽ വലത് എന്ന് പടായി കേട്ടൂടെ? ഇത് മനസ്സിലാക്കണം. പെണ്ണ് പിന്നെ രക്ഷിതാവാറില്ല, ഉപ്പില്ല, ഉപ്പാൻ്റെ ഉപ്പില്ല, ആങ്ങളാറില്ല, അടപ്പില്ല, മുത്താപ്പില്ല, എന്നാലും ആദിയില്ല. എന്നാലും ഓർഡിനൻസ് ഏർപ്പെടുത്തു. അതിൻതു ലിക്കുല്ലി ആക്കിരിൻ ഫിൽ വലതി അയ്യൂസബിജനീൻ ഹാലല്ലദായിയു വഹാദാ യുസഹ മഹല്ലുഹു. സൗജിനെ നിർണ്ണയിക്കണം, അല്ലെങ്കിൽ നന്നത്തെ മാറ്റേ സൂപ്പില്ല. സൗജിനെ തയ്യനാക്കണം, അല്ലെങ്കിൽ ഇൻജക്ഷൻ കിട്ടൂല. പിന്നെ കിട്ടോ ഫലം തുഫവ്വിൽ ഇല്ലാ സീഗത്തല്ലഖദി ഫഖത്ത് വമിൻ അഹ്ലി ദാലിക അഫ്താ ഇബ്നു സലാഹ് അല്ലേ വയജ്രി ദാലിക തഅമീമു ഫി തൗകീൽ ഫി ദഅവാ. ഇത്രയും വിശാലമായ തഅമീമ് പറ്റും ദഅവാക്ക് വേണ്ടി വക്കാലത്ത് നൽകുമ്പോൾ. ഒരു കേസ് നടത്താനുണ്ട് പോലും, ആരാണോ അതിന് മുതിരുന്നത് അവന്റെ സമ്മതം തന്നു പറ്റൂലേ? ഇതിലായ തഅല്ലഖു അയിനിൽ വക്കീലുകൾ, ഇതിലായ തഅല്ലഖു അയിനിൽ വക്കീലുകൾ. ഇന്ന വക്കീലായി ഇന്ന വക്കീലല്ല എന്നതുകൊണ്ട് നമ്മളുണ്ടോ? കേസ് നടത്തി വിജയിപ്പിക്കലാണ്.
അമലുൽ ഖുവ. അങ്ങനെ തന്നെയാണല്ലോ ഇത്. ലാക്കിന്ന ക്ലാസ് ഉണ്ടാ ഇല്ല ആളില്ലേ? ലാക്കിന്ന കിതാബത്തെ ശുഹൂദി, പക്ഷെ ഷാഹിദ് എഴുതലോ. എന്താ എഴുതല്? കടലാസിൽ വക്കല രണ്ട് മുദ്ദഈങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫീ സുബൂതിഹി വതലബിൽ ഹുക്മി ബിഹി, അവർ തന്നെ സുബൂത്താക്കാനും ഹുക്മു തേടാനും രണ്ട് മുദ്ദഈങ്ങൾ അനുവാദം തന്നിട്ടുണ്ട്, ഉത്തരവാദപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എഴുതിയാലേ പോകണം. അതെ, ആരെ ഏൽപ്പിച്ച് ആരാന്നെങ്ങനെയാ അങ്ങനെ എഴുതിയാ പോരാ. ഈ രണ്ട് മുദ്ദഈങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട് സുബൂത്താക്കാൻ വേണ്ടിയും വിധിത വാങ്ങാൻ വേണ്ടി. ആരെ? ഖാദിന്റെ ഈ മുക്കലായിന്റെ ഇവിടെ ഇരിക്കുന്ന ആളെ. ഇവർ ആരെയാണ് നിർണയിച്ചിട്ട് പറയണം ആരാണ് ഇതിന് മെനക്കെടേണ്ടത്. ഫുലാനൻ വകുല്ല മുസ്ലിം എന്ന് പറഞ്ഞാലോ, ഒരു മയ്യനും പറഞ്ഞ് ഒരറ്റമില്ലാത്തതും പറഞ്ഞാലോ പറ്റോ? അറിയും. ഞാൻ ഏൽപ്പിച്ചു ഫുലാനൻ വകുല്ല മുസ്ലിമിൻ, അങ്ങനെ പറ്റുള്ളൂ. പൊതുവെ മതി. ഞാൻ കാര്യം ഏൽപ്പിച്ചു ഫുലാനൻ പിന്നെ വകുല്ല മുസ്ലിമിൻ ജാസ. ഇതെണ്ണ പിടിച്ചത് അല്ലാമ മറ 298 അത് സുസമ്മതം ഒന്നുമല്ല. അവിടെ അങ്ങനെ സഹിയാക്കിയിട്ടൊന്നുമില്ല. 298 അത് ഇതുപോലത്തെ കേസ് 298 ഉണ്ടാ. കണ്ടിട്ടില്ലേ? 298 തുടക്കം. ഏഴ് 298 അവിടെ വിശാലമാക്കിയിട്ടില്ലേ? സംസാരിച്ചു, കുറച്ച് വിശാലമായി സംസാരിച്ചിട്ടില്ലേ? 7 وكلتك في البيع كذا مثلا وكل مسلم على ما بعثه سيد بن ابي جرير من نجيد وخال عليه الامل وفيه نظر. വ്യക്തമാക്കിയിട്ടില്ല. വിളിച്ചു അവരിയാക്കിയിട്ട് പറഞ്ഞിട്ട് അതുപോലത്തെ കേസുകൾ ഇല്ലേ? പല കാല ഒരാൾ പറഞ്ഞു എന്നാ ഹസനല്ലിതിനും وهو قائم مقام الإيجابي بل ما أبلغ منه. സമ്മതാവൂലേ? അമ്ര ഫീൽ ഉണ്ടാകുന്ന വക്കാലത്തിന്റെ സീക ഉച്ചരിച്ചിട്ടില്ല. പറ്റൂലേ?